സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ 44ാമത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി ശ്രീ കെ.സി. വേണുഗോപാൽ എം.പി നിയോഗിക്കപ്പെടുകയാണ്. മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന പി.വി. നരസിംഹറാവു, അടൽ ബിഹാരി വാജ്പേയി എന്നിവരും മുൻ പ്രതിപക്ഷ നേതാവ് സി.എൻ. സ്റ്റീഫനും ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും പബ്ലിക് അക്കൗണ്ടൻസ് കമ്മിറ്റി ചെയർമാൻ പദവിയിൽ ഇരുന്ന പ്രധാനികളാണ്. വേറെയും നിരവധി പ്രധാനികളുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ പദവികളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ചരിത്രത്തിൽ ഇടം പിടിച്ച ആളുകൾക്കാണ് അവസരങ്ങൾ ലഭ്യമായിട്ടുള്ളതെന്ന് പട്ടിക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പ്രതിപക്ഷത്തെ പാർട്ടികൾക്കാണ് അവസരം ലഭ്യമായിരുന്നത്. 1967 മുതൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നൽകുന്ന പദവിയായിട്ടാണ് കണക്കാക്കി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാനും അവരെ വിളിച്ചു വരുത്താനും വിശദീകരണം തേടാനുമുള്ള അധികാരം എന്നിവ കമ്മിറ്റിയിലും ചെയർമാനിലും നിക്ഷിപ്തമാണ്. ക്രമപ്രകാരമായി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കേണ്ടുന്ന പദവിയാണ് കേസിക്ക് ലഭിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 3 ധനകാര്യ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പബ്ലിക് അക്കൗണ്ടൻസ് കമ്മിറ്റി. സർക്കാരിന്റെ വരവുകളും ചെലവുകളും ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരമാണ് ഭരണഘടനാപരമായി ഉള്ളത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സമർപ്പിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കുമ്പോൾ അത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്കാണ്. ലോക്സഭയിൽ നിന്ന് 15 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 7 അംഗങ്ങളും ഉൾപ്പെടെയുള്ളതാണ് കമ്മിറ്റി. പുതിയ ദൗത്യത്തിൽ ഭരണപരിചയത്തിന്റെയും രാഷ്ട്രീയ അനുഭവത്തിന്റെയും കരുത്തുമായിട്ടാണ് കെ.സി. വേണുഗോപാൽ എത്തുന്നത്.